ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി ഒരുപാട് വീഡിയോസ് വരും. ട്രാവൽ വ്ലോഗ്, ബേബി ഫുഡിൻ്റെ വീഡിയോസ്, പിന്നെ കുക്കിംഗ് വീഡിയോസ്, ഹോൾ വീഡിയോസ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നൊരു ഫുഡാണ് കായപ്പൊടി കുറുക്ക്. ആ കായപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് 5 ഏത്തയ്ക്കയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ആ ഏത്തയ്ക്കം അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ചെത്തിക്കളയുമ്പോൾ അതിൻ്റെ ആ അകത്തെ ഉൾഭാഗത്ത് നല്ല വൈറ്റ് കളർ വരാൻ പാടില്ല, കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരണം. അങ്ങനത്തെ കായാണ് പാകമാകുകയുള്ളൂ ഈ കായപ്പൊടി തയ്യാറാക്കാനായിട്ട്. അപ്പം ഞാൻ ഈ കായ മൊത്തം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കറയൊക്കെ കാണും, അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കനം കുറച്ചിട്ട് ഇത് അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറം എടുത്തിട്ട് അതിന് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. വളരെ കനം കുറച്ചിട്ട് വേണം സ്ലൈസ് ചെയ്യുന്നത്, മാത്രം നമുക്ക് പെട്ടെന്ന് ഇത് ഉണക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സ്ലൈസർ ഉപയോഗിക്കാൻ ഞാനിവിടെ കത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ കായും ഞാൻ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഈ പേപ്പറിൽ തന്നെ നന്നായിട്ട് നിരത്തി വെക്കാൻ പോകുകയാണ്. നമുക്ക് പെട്ടെന്ന് ഉണക്കി എടുക്കാനുള്ള സൗകര്യത്തിന് ഇതുപോലെ തന്നെ നിരത്തി വെച്ചിട്ട് ഇത് ഉണക്കി എടുക്കാൻ പോകുകയാണ് കേട്ടോ. ഉണക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തെ വെയിലിൽ തന്നെ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കായ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരണം, അതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം കുറച്ച് അതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് പൊടിച്ച ഉടനെ തന്നെ മിക്സിയുടെ ജാറ് ഓപ്പൺ ചെയ്യാതിരിക്കുക. നല്ല ഫൈൻ പൗഡർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തേക്ക് പറക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം. കുറച്ച് ഇട്ടിട്ട് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ എളുപ്പം. ഇത് അരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാണുന്ന പോലെ ഈ കായയുടെ നടുക്കുള്ള ആ ബ്ലാക്ക് ഷെയ്ഡ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് വേണ്ട. അങ്ങനെ ഈ കായ് ഫുള്ളായിട്ട് ഞാൻ പൊടിച്ച് അരിച്ചിട്ട് കാണിച്ചു തരാം. ഈ കായ് എല്ലാം ഞാൻ പൊടിച്ച് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് സൂക്ഷിക്കുക. ഞാനൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് 6 മാസം വരെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡായിട്ട് കായപ്പൊടി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഹോം മെയ്ഡായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവർക്കാണ് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.